സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയോട് രാധിക പറയുന്നുണ്ട്, മോളിനി നന്ദനോട് ദേഷ്യമൊന്നും വെച്ച് പുലർത്തരുത്, അവൻ എല്ലാത്തിനും മാപ്പ് ചോദിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നാളെ ജയിലിലേക്ക് പോകാൻ പോകുന്ന നന്ദനോട് ഒരു തരത്തിലുള്ള ദേഷ്യവും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരിക പറയുകയാണ്, എന്തൊക്കെ ചെയ്താലും ഇസബല്ലയൊപ്പമുള്ള ആ ചങ്ങാത്തം ചേച്ചിക്ക് മറക്കാൻ കഴിയോ, അതുകൊണ്ട് അതൊന്നും വേണ്ട ചേച്ചി, ചേച്ചിയുടെ നിലപാട് വിട്ട് കളിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ദേവികയാണെങ്കിൽ പലതും തീരുമാനിക്കുന്നു. പിന്നീട് അരുന്ധതി ആവട്ടെ CPയെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ജഡ്ജ് ഇങ്ങോട്ട് വന്നത് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞതും വെറുതെയൊന്നുമല്ല. നാളെ നന്ദൻ കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ എല്ലാം പാളും. ഋഷിയുടെ കൂട്ടുകാരും ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ പിടിക്കപ്പെടും. മേഡം മേഡം ഇപ്പോൾ എന്താ ഉദ്ദേശിച്ചു വരുന്നത്? CP, എനിക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അന്ന് CPയോട് അവൻ പെരുമാറിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതൊന്നും സാരില്ല മേഡം. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോലും ഋഷിമോൻ എങ്ങനെ പ്രതികരിക്കുക? അല്ല CP, നമുക്ക് ദേവികയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? അത് വേണ്ട മേഡം. കാരണം ദേവികയോട് പറഞ്ഞ ഒരു പക്ഷേ അവൾക്ക് മനസ്സിലായേക്കാം. പക്ഷേ ഋഷിമോൻ ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ CP, അപ്പം ഞാൻ എന്താ ചെയ്യുക? ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. മേഡം, ഇത് പോകുന്നത് വരെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CP അവിടെ നിന്നും പോകുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ നന്ദനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് നന്ദൻ പറയുന്നുണ്ട്, എല്ലാ അർത്ഥത്തിലും താൻ പരിശുദ്ധനാണെന്നും ദേവിയെ മാത്രമേ ഈ ജന്മം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണായി കൊണ്ടു നടന്നിട്ടുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ വെറുക്കരുതെന്നും നാളെ ഈ സമയത്ത് കോടതി മുറിയിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ചെറുപ്രായമാണ്. മറ്റൊരു വിവാഹം കഴിച്ച് കുടുംബത്തോടെ ജീവിക്കണം. എന്നെ ഓർത്ത് കരയരുത്, തളർന്നു പോവരുത്. നല്ലൊരു രാഷ്ട്രീയ നേതാവായി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ദേവിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ് ദേവികയോട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇസബല്ലയുമായിട്ടുള്ള ചങ്ങാത്തവും മറ്റു കാര്യങ്ങളെല്ലാം ഇതിലൂടെ സംഭവിച്ചതാണ്. പക്ഷേ ഉറപ്പ് തരാം, ഞാൻ അവളെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. പല സാഹചര്യങ്ങളിലും ഒരു പെണ്ണ് കാണാൻ പെടാത്ത രീതിയിലും എന്നെ കണ്ടു. സ്വന്തം ഭാര്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്നത്തെ കാര്യങ്ങളെല്ലാം പലപ്പോഴായിട്ട് ഞാൻ തുറന്നു പറഞ്ഞതാണ്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ ദേവിയോട് ഋഷിയെ കൊന്ന കാര്യം ആദ്യം പറയണമായിരുന്നു. പക്ഷെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നെന്നൊക്കെ പറഞ്ഞ നന്ദനാണെങ്കിൽ ദേവിയോട് മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ദേവിക്ക് എന്നോടൊന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോൾ നന്ദു ഒരു കാരണവശാലും തളർന്നു പോകരുത്. എൻ്റെ ഒരു ഫ്രണ്ടായി നന്ദു എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ പ്രണയിച്ച എൻ്റെ കളിക്കൂട്ടുകാരൻ നന്ദു, അവനെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയുമ്പോൾ ദേവി, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, അവസാനമായിട്ടത് ചോദിച്ചുകൊണ്ട് നന്ദനാണെങ്കിൽ ദേവിയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അതിനുശേഷം ദേവിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. നന്ദു, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നന്ദനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. നന്ദനാണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. താഴത്തേക്ക് എത്തുന്ന ദേവിക കാണുന്നത് പ്രഭാവതിയാണ്. അമ്മേ, ഞാൻ പോയിട്ട് വരാം. മോളെ, ഇന്ന് പോണോ? ഇന്ന് ഇവിടെ ഇരുന്നിട്ട് നാളെ പോയാൽ പോരെ? നന്ദൻ ഇന്ന് കൂടിയല്ലേ നമ്മുടെ കൂടെ ഉള്ളെന്ന് പറയുമ്പോൾ നന്ദു അവിടെ എല്ലാത്തിനും തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ഇനി ഓരോന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റാൻ നിൽക്കേണ്ട. അല്ലെങ്കിലും എല്ലാവരും ചേർന്ന് എൻ്റെ മോനെ ജയിലിലേക്ക് ഓടേണ്ട തിരക്കിലാണല്ലോ. കാരണം എല്ലാവർക്കും ജനങ്ങളുടെ മുന്നിൽ കയ്യടി നേടണം. എന്നെ സഹായിക്കാനാണെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു. പക്ഷേ എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. എൻ്റെ മോൻ ഇവിടെ നിന്നും ജയിലിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി, പക്ഷെ തെറ്റിപ്പോയി. എല്ലാവരും അവനെ കൊടുക്കാൻ നോക്കുകയാണ്. അതും വെറും കയ്യടിക്ക് വേണ്ടി മാത്രം. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണാണെങ്കിൽ ഇന്ന് ഈ നിമിഷം ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വന്നു. അമ്മയ്ക്ക് ഒരു പെണ്ണായി ചിന്തിച്ച് എന്നോടൊപ്പം നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിക പറയുന്നതിൽ 100-ൽ 100ഉം ശരിയാണെന്ന്. എന്തായാലും പൊട്ടിക്കരയുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കഴിഞ്ഞ എപ്പിസോഡിനായിട്ട്.